കേരള ബ്ലാസ്റ്റേഴ്സ് മിലോസ് ഡ്രിൻസിച്ചിന് പകരമായിട്ട് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് പോകുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പടർന്ന ഒരു താരമായിരുന്നു തെരി എന്ന് പറയുന്ന താരം. ISL പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞിട്ടുള്ള താരമാണ് ഇദ്ദേഹം. അതുമാത്രമല്ല ISL ഒരുപാട് നേട്ടങ്ങളും ഇദ്ദേഹം ഡിഫൻസിൽ കളിച്ചുകൊണ്ടിരിക്കെ നേടിയിട്ടുമുണ്ട്. അതുമാത്രമല്ല ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ ഒരു പോസ്റ്റ് ഒരു ആരാധകൻ ഇട്ടപ്പോൾ ആ ഒരു പോസ്റ്റിൽ റീമെൻഷൻ അടിച്ച് മറ്റൊരു ആരാധകൻ്റെ പോസ്റ്റിൽ വന്നിട്ട് ഞാനും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വിസമ്മതിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പ്രൊഫഷണലായിട്ട്, അതായത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള താരങ്ങൾക്ക് വരുവാനായിട്ട് താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പല താരങ്ങളെക്കുറിച്ചും ഇതിനു മുമ്പ് ഒരു അഭ്യൂഹം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പല താരങ്ങൾക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുവാനായിട്ടുള്ള താല്പര്യമില്ലെന്ന്. ഇതിന് പല കാരണങ്ങളായത് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി ഇല്ലായ്മ തന്നെയാണെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല താരങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണെ ആയിരിക്കും ബാധിക്കുന്നത്. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്യുന്ന പല താരങ്ങളെയും മറ്റ് പല ISL ടീമുകളും ടീമിലേക്ക് എത്തിക്കുന്ന കാഴ്ചയും നമ്മൾ ഈയിടെയായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ലൈസൻസ് റിജക്റ്റ് ചെയ്യുന്ന സംഭവം കൂടി ഉണ്ടായപ്പോൾ തന്നെ ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രോബ്ലംസ് കുറച്ചും കൂടി ടീം മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് കുറച്ചും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടി റിസോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമെന്ന് പറയുന്ന നിലയിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പ്രകടനം കാഴ്ചവെക്കുവാനായിട്ടാണെങ്കിലും, അത് ഫീൽഡിലാണെങ്കിലും അത് മാനേജ്മെൻറ്റിൻ്റെ രീതിയിലാണെങ്കിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ മാറ്റണം എന്ന് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണ് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ള ഒഫീഷ്യൽ കിറ്റിംഗ് ആൻഡ് മെർച്ചൻഡൈസ് പാർട്ണർ എന്ന് പറയുന്നത് റയൂസ് സ്പോർട്സ് ആണ്. സോ വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ സ്പോൺസറായിട്ടുള്ള കിറ്റിംഗ് ആൻഡ് മെർച്ചൻഡൈസ് സ്പോൺസറായിട്ടുള്ള 656 തിരിച്ചു വരുന്നു എന്ന തരത്തിലാണ് നിലവിൽ വാർത്തകൾ വരുന്നത്. ഇതെന്തായാലും വളരെ മികച്ചൊരു കാര്യം തന്നെയാണ്. ഇവരുടെ കീഴിൽ വളരെ മികച്ച ജേഴ്സികൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. സോ എന്തൊക്കെയായാലും കിറ്റിംഗ് പാർട്ണറായിട്ട് 656 വരുന്നു എന്ന തരത്തിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള റയൂസ് സ്പോർട്സിൻ്റെ കരാർ ഒരുപക്ഷെ തീരുമാനിക്കും, അല്ലെങ്കിൽ അവർക്ക് പകരക്കാരായിട്ടായിരിക്കും ഇവർ വരുന്നത്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ മികച്ച തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാനേജ്മെൻ്റ് ആയാലും അത് മാനേജ്മെൻറ്റ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ.